കുമളിയിലെ മഞ്ഞുപ്രഭാതമായി മുമ്പേ സൂര്യരശ്മികളെ തഴുകുവാനുള്ള തയ്യാറെടുപ്പോടെ ചാഞ്ചാടി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കളുടെ റാണിയായ റോസാപുഷ്പങ്ങൾ. ഇത്തരത്തിൽ വിടർന്നു നിൽക്കുന്ന 1000 റോസാപുഷ്പങ്ങളെ ഒരുമിച്ച് കണ്ടാലോ? ദീപ്തമായ ഈ വർണ്ണക്കാഴ്ചയുടെ പരിവട്ടമൊരുക്കിയിരിക്കുന്നതോ വെള്ളിക്കൊലുസിട്ട വെള്ളാരം കുന്നിലെ പോളി ഹൌസിനുള്ളിൽ സജി തോമസ് എന്ന യുവ പുഷ്പകൃഷി സംരംഭകനാണ്. ആയിരം സ്ക്വയർ മീറ്റർ വിധാനത്തിൽ നിർമ്മിച്ച പോളി ഹൌസ് മുഴുവനും ചുവപ്പ്, വെള്ള, ഓറഞ്ച്, പിങ്ക്, മഞ്ഞ നിറവൈവിധ്യങ്ങളുടെ നൈർമല്യവും സ്നിഗ്ധതയും പേർ നിൽക്കുന്ന റോസാ ചെടികളും അവയുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവലംബിച്ചുകൊണ്ടുള്ള പുഷ്പപ്രപഞ്ചത്തിന്റെ ശേഖരണവുമാണ് നമ്മെ ആകർഷിക്കുന്നത്. തികച്ചും വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള പോളി ഹൌസ് കട്ട് ഫ്ലവർ കൃഷി ഇടുക്കി ഹൈറേഞ്ചുകളിൽ ഇതപ്രദമായാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10,000-ഓളം റോസാ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന പോളി ഹൌസ് സ്ഥിതി ചെയ്യുന്നത് തന്റെ സ്വന്തം 50 സെന്റ് പുരയിടത്തിലാണ്. രണ്ടാമതൊരു പോളി ഹൌസ് 1000 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെ റോസാ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറിയായി മാറ്റിയിട്ടുണ്ട്. കുമളി കൃഷിഭവന്റെ സ്റ്റേറ്റ് ഹോർട്ടി മിഷൻ സ്കീമിൽ പെടുത്തി സ്വന്തമായ തൊഴിൽ സംരംഭത്തിനും പുഷ്പകൃഷിയുടെ അടിസ്ഥാന വികസനത്തിനും വേണ്ടിയാണ് സജിക്ക് സർക്കാർ ധനസഹായം നൽകിയിട്ടുള്ളത്. തികച്ചും പാരമ്പര്യമായി കിട്ടിയ കൃഷി അറിവുകളും സ്വന്തം ഇച്ഛാശക്തിയും കൈമുതലാക്കി പുഷ്പകൃഷിക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തമായൊരു ബിസിനസ്സും കുടുംബത്തിനൊരു താങ്ങും എന്ന സങ്കല്പമാണ് സജിയെ പിന്തുടർന്നിരുന്നത്. പോളി ഹൌസിനുള്ളിൽ അനുവർത്തിച്ചിട്ടുള്ള ഹൈടെക് ഫാമിംഗിന്റെ സാങ്കേതിക രീതികളും ഡ്രിപ്പ് ഇറിഗേഷൻ, ഫോഗിംഗ് സംവിധാനവും കളപറിക്കുന്ന ബ്ലോവറുകളും വിളവെടുപ്പും വിപണനവുമെല്ലാം ആധുനിക പുഷ്പകൃഷി ശാസ്ത്രത്തിലെ അനുകരണീയ മാതൃകകളാണ്. ഹൈറേഞ്ച് പ്രദേശമായ കുമളിയിലെ കാലാവസ്ഥയും മണ്ണും റോസാ കൃഷിക്ക് അനുയോജ്യമാണ്. ധാരാളം സൂര്യപ്രകാശം വേണ്ടിവരുന്ന പ്രദേശങ്ങളായിരിക്കണമെങ്കിലും ഉയർന്ന താപനിലയും അമിത ഈർപ്പവും റോസിന് യോജിച്ചതല്ല. നല്ല നീർവാഴ്ചയുള്ള ഏതുതരം മണ്ണിലും, പ്രത്യേകിച്ച് വളക്കൂറുള്ള എക്കൽ മണ്ണിലും റോസാ ചെടികൾ തഴച്ചു വളരുന്നു. എല്ലാത്തരം കാലാവസ്ഥയോടും ഇണങ്ങി വളരുന്ന വിവിധ ഇനം റോസാ തൈകളും വിപണിയിൽ ലഭ്യമാണ്. റോസേസി സസ്യകുടുംബത്തിലെ അംഗമായ റോസിന്റെ മികച്ച ഇനങ്ങളെയാണ് സജി തോമസ് നട്ടുവളർത്തുന്നത്. പഞ്ചവർണ്ണങ്ങളുടെ പർദീസയായ ചുവപ്പ്, വെളുപ്പ്, ഓറഞ്ച്, പിങ്ക്, മഞ്ഞ റോസാപ്പൂക്കൾ വർണ്ണപ്പട്ടാമ്പരങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ചേതോഹര കാഴ്ച കാണികളിൽ കൗതുകം ജനിപ്പിക്കുന്നു. മുന്തിയ ഇനങ്ങളായ താജ്മഹൽ ചുവപ്പിലും, അവലാഞ്ച് വെള്ളയിലും, കോർവില്ലെ ഓറഞ്ച് വർണ്ണമായും, നോബ്ലസെ പിങ്ക് നിറത്തിലും, മഞ്ഞത്തുകൽ ചൂടിയ ഗോൾഡ് സ്ട്രൈക്കുകളും പനിനീർ റോസകളുടെ നിരകൾക്ക് പകിട്ട് പകരുന്നു. ഇവകളെ പോളി ഹൌസിനുള്ളിലെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിനാൽ എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്നു. ആരോഗ്യമുള്ള എല്ലാത്തരം റോസാ തൈകളും ഇഷ്ടാനുസരണം ബാംഗ്ലൂരിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. റോസാ ചെടികൾ സാധാരണയായി തടങ്ങളിലും കുഴികളിലും ചട്ടികളിലുമാണ് നട്ടുവളർത്തുന്നത്. എങ്കിലും പോളി ഹൌസിനുള്ളിൽ തീർത്ത തടങ്ങൾ അഥവാ ബെഡുകളിൽ പൂക്കൃഷി ചെയ്യുന്നതാണ് കർഷകന് ഏറെ സൗകര്യം.
കൃഷിയിടം ആഴത്തിൽ കിളച്ച് ഈർപ്പം നിലനിർത്തിക്കൊണ്ട് മണ്ണ് പരുവപ്പെടുത്തിയ ശേഷം ഒരടിയോളം പൊക്കമുള്ള ബെഡിൽ വട്ടത്തിലുള്ള ചെറുകുഴികളെടുത്ത് അരയടി അകലത്തിൽ ചാണകപ്പൊടിയും മേൽമണ്ണും കലർത്തി കുഴി നിറച്ച ശേഷം ചെടികളെ 2 വരിയായി നടന്നു. തൈയുടെ ചുറ്റും മണ്ണിട്ട് ചുവട് ഭാഗം കൈകൾ കൊണ്ട് ഉറപ്പിക്കണം. ഓരോ ചെടിച്ചുവട്ടിലും ഉണക്ക ചാണകപ്പൊടിയും കൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്തുള്ള വളക്കൂട്ട് അടിവളമായി നൽകുന്നതുകൊണ്ട് നന്നായി പുഷ്പിക്കുവാൻ ഇത് ചെടികളെ സഹായിക്കുന്നു. ഓരോ മാസം കൂടുമ്പോഴും മണ്ണിര കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് കാരണം ചെടികൾ സമൃദ്ധിയോടെ വളരുന്നു. രാസവളങ്ങളുടെ ഉപയോഗം സജി വളരെയധികം കുറച്ചിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ പ്രകാരമുള്ള ജലസേചനമാണ് പോളി ഹൗസിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. ചൂട് അധികമാകുന്ന അവസരങ്ങളിൽ ഫോഗിങ്ങിലൂടെ കൃത്രിമ മഴ പെയ്യിച്ച് അന്തരീക്ഷ ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. ജലസേചനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ മോട്ടോറും ഡ്രിപ്പറുകളും ഘടിപ്പിച്ച ഒരു കിണർ പരിസരത്തുണ്ട്. റോസാച്ചെടികൾ ബെഡിൽ വളർത്തുന്നതുകൊണ്ട് 2-3 ദിവസത്തിലൊരിക്കൽ നനച്ചാൽ മതിയാകും. പക്ഷേ ചെടിച്ചുവട് ഉണങ്ങാതെയും ചുവട്ടിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വളപ്രയോഗം നടത്തുന്നതുകൊണ്ട് കളകൾ വളരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവ വളത്തിന്റെ ശ്രേഷ്ഠ ഭാഗത്തെ അപഹരിക്കുന്നു. കളകളെ കൂടെ കൈകൊണ്ട് പറിച്ചു കളയാവുന്നതാണ്. ആവശ്യമെങ്കിൽ കളനാശിനി ഉപയോഗിച്ചും നിയന്ത്രിക്കാം. ഉണങ്ങിയും പഴുത്തും ബെഡുകളിൽ വീഴുന്ന ഇലകളെ ബ്ലോവർ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഇത് ബെഡിന്റെയും ചെടികളുടെയും ഭംഗി നിലനിർത്തുന്നു. റോസാ ചെടികൾ ധാരാളം പുഷ്പിക്കുവാനും നന്നായി കിളിർത്ത് വളരുവാനും ഇനം ആസ്പദമാക്കിയുള്ള കൊമ്പുകോതൽ അനിവാര്യമാണ്. എല്ലാ മാസവും ഉണങ്ങിയതും രോഗങ്ങൾ ബാധിച്ചതുമായ ശാഖകൾ മുറിച്ചു മാറ്റണം. കൂടുതൽ സൂര്യപ്രകാശം തട്ടിയാൽ ചെടികളിൽ ധാരാളം പുഷ്പങ്ങൾ വിരിയുന്നു. ശിഖരങ്ങൾ ചരിച്ചു മുറിക്കാതെ കുറുകെ മുറിക്കുമ്പോൾ അവിടെ ഈർപ്പം തട്ടി അഴുകുവാനും രോഗബാധയ്ക്കും സാധ്യതയുണ്ട്. മുറിപ്പാടുകളിൽ കുമിൾ നാശിനി പുരട്ടി ഇവയെ സംരക്ഷിക്കാം. റോസിന്റെ പ്രധാന ശത്രുക്കളായ ഇലപ്പേൻ, ശൽക്കക്കീടങ്ങൾ, വണ്ടുകൾ എന്നിവയുടെ ആക്രമണം പലപ്പോഴും റോസാച്ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും സമൃദ്ധിയായി വളരുന്ന ഇലയുടെയും തണ്ടുകളുടെയും നീരൂറ്റി കുടിച്ചിട്ട് ചെടികളെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. രോഗങ്ങളെയും കീടബാധയെയും അകറ്റുവാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കർഷകൻ ബദ്ധശ്രദ്ധനാകണം. കൊമ്പുണക്കം, കരിമ്പൊട്ട് രോഗം, ചൂർണപ്പൂപ്പ് എന്നിങ്ങനെയുള്ള രോഗങ്ങൾ റോസാച്ചെടികൾക്ക് ഭീഷണിയാണ്. ഉണങ്ങിയ കൊമ്പുകളെ മുറിച്ചു മാറ്റുകയും ഇലകളുടെ ഇരുവശത്തും കാണുന്ന കറുത്ത വൃത്താകൃതിയിലുള്ള പൊട്ടുകൾക്ക് കുമിൾ നാശിനികൾ കലക്കി ചെടികളിൽ തളിക്കുക. വെളുത്ത പൊടി വിതറിയതുപോലുള്ള പൂപ്പലുകൾ ഇലയിലും തണ്ടിലും ധാരാളം കാണാം. ഗന്ധകപ്പൊടി വിതറിയാൽ പൂപ്പൽ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. തന്റെ റോസാച്ചെടികളിൽ സജി സസ്യപ്രവർദ്ധനം നടത്താറില്ല. എന്നാൽ സാധാരണയായി നല്ല വളർച്ചയും വേരുപടലവുമുള്ള കാട്ടുജാതി റോസകളിൽ നിന്നും പതിവച്ചും ഗ്രാഫ്റ്റിംഗ് നടത്തിയും കമ്പുകൾ പറിച്ചു നട്ടും സസ്യപ്രവർദ്ധനം നടത്താവുന്നതാണ്. തൈകൾ നട്ട് 4 മാസം പ്രായമാകുമ്പോൾ റോസാച്ചെടികൾ പുഷ്പിക്കാൻ തുടങ്ങുന്നു.
ഇത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയായതുകൊണ്ട് പുഷ്പങ്ങളുടെ മൊട്ടുകളിൽ ബഡ് ക്യാപ്പുകൾ ഇട്ടുകൊടുക്കുന്നു. ഇത് കാരണം പുഷ്പങ്ങൾ നേരത്തെ വിരിഞ്ഞു പോകുന്നില്ല. എല്ലാ മൊട്ടുകളും തെരഞ്ഞുപിടിച്ച് അവയിൽ ക്യാപ്പുകൾ ഇടുന്നത് ശ്രമകരമായ ജോലിയാണ്. സജിയും കുടുംബവും ഈ പ്രവൃത്തി ചെയ്യാറുണ്ടെങ്കിലും തോട്ടത്തിലെ എല്ലാ ജോലികളും കൃത്യമായി നിർവഹിക്കുവാൻ തൊഴിലാളികളുടെ സേവനം കൂടിയേ കഴിയൂ. പൂക്കാലം ആരംഭിക്കുന്നതോടെ സജി പൂക്കൾ വെട്ടാൻ തുടങ്ങുന്നു. ദിനവും രാവിലെയും വൈകുന്നേരവും കത്രിക ഉപയോഗിച്ച് പൂക്കൾ മുറിച്ചെടുക്കുന്നു. മുറിച്ചു മാറ്റിയ റോസാദണ്ടുകളെ ജലം നിറച്ച ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. ബഡ് ക്യാപ്പുകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് മൊട്ടുകൾ ആവശ്യത്തിന് മാത്രമേ വിരിയിക്കാറുള്ളൂ. ദിനംപ്രതി 500 പൂവുകൾ വരെയുള്ള പൂവിളവ് ലഭിക്കുന്നതിനാൽ കട്ട് ഫ്ലവർ വ്യവസായം ഇടുക്കിയിൽ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും ഏറിവരുന്നു. ആഭ്യന്തര വിപണിയെ ലാക്കാക്കിക്കൊണ്ടുള്ള റോസാ കൃഷിയാണ് സജി ചെയ്തു പോരുന്നത്. ഇതുകൂടാതെ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ആവശ്യക്കാരായി മുന്നോട്ട് വരുന്നുണ്ട്. 20 പൂക്കളടങ്ങുന്ന കെട്ടുകാണികൾ ഞെരുക്കിയാണ് പാക്ക് ചെയ്യുന്നത്. പൂക്കൾ വിപണനത്തിന് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമാകുന്നു. പൂക്കൃഷിയുടെ ധാരാളം പരിശീലന പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള സജിയുടെ അഭിപ്രായത്തിൽ ഒരു വിനോദമെന്നതിലുപരി അഭ്യസ്ത വിദ്യർക്ക് പനനീർ റോസാ കൃഷി അത്താണി കൂടിയാകുന്നു. ഹൈടെക് രീതിയിൽ എങ്ങനെ റോസ് ചെയ്യാം എന്നുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ കൂടുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റോസപ്പൂക്കൾക്ക് ധാരാളം ആവശ്യക്കാരുള്ളതിനാൽ ഒരു 1000 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു പ്രോജക്റ്റും കൂടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പോളി ഹൌസിൽ റോസിന്റെ തൈ വളർത്തൽ ആരംഭിച്ചിട്ടുണ്ട്. ലോകവിപണിയിൽ പ്രിയങ്കരിയായ ചുവന്ന ഇനം പനിനീർ റോസകൾ ധാരാളം കയറ്റുമതി ചെയ്യപ്പെടുന്നു. താൻ ഉൽപ്പാദിപ്പിക്കുന്ന റോസ് ഉൽപ്പന്നങ്ങൾ മുഴുവനും കട്ടപ്പനയിൽ നേരിട്ട് വിറ്റുപോരുന്നു. ബ്യൂട്ടി പാർലറും ഫ്ലവർ ഷോപ്പും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കോട്ടൺസിൽ കൊടുക്കുന്നു. പിന്നെ ബ്രൈഡലുകാർക്ക് ബൊക്കെ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ബോഡി വെക്കാനുള്ള ബൊക്കയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ആ ഫ്ലവറൊക്കെ വന്നുകൊണ്ടിരുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു സാധാരണ എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വന്തം നാടായ വെള്ളാരംകുന്ന് പറമ്പത്ത് സജി എന്ന് പറയുന്ന വ്യക്തി കൃഷി സ്ഥലത്ത് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ റോസ് ഇവിടുന്ന് ഞങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്, പല കളറിലുള്ള. അതനുസരിച്ച് ഞങ്ങൾ ബ്രൈഡൽ മേക്കപ്പുകാർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ബോഡിയിലേക്കുള്ള ബൊക്ക അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ എടുത്ത് തുടങ്ങുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുന്നുണ്ട് ചെയ്തിട്ട് ചെയ്യാൻ. സാധാരണ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത് ഇങ്ങനെ ഓയാസിസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ്. അത് സാധാരണ വലിപ്പത്തിലാണ് വരുന്നത്. ഞങ്ങൾ കട്ട് ചെയ്ത് അതിൻ്റെ ആകൃതി അനുസരിച്ച് കട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ലീഫുകളൊക്കെ സൈഡിൽ കുത്തി അതിൻ്റെ വേണ്ട ആകൃതിയിൽ റോസും കട്ട് ചെയ്ത് സാധാരണ ഈ രീതിയിൽ ഞങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയാണ് സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോഡിയൊക്കെ വെക്കാനുള്ള ബൊക്കകളും ഇതുപോലെ ഗ്ലാസ് പേപ്പർ കൂട്ടി ലീഫൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് ബൊക്കയായിട്ട് ഞങ്ങളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും വെള്ളാരം ഇത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഇത് വളരുന്നത് ഒരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളിത്. റോസ് ഇനങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന റോസ് വാട്ടറിന് പുറമെ ഇതിന്റെ ഇതളുകളിൽ നിന്നും എടുക്കുന്ന ഉൽപ്പന്നം മധുരപലഹാരങ്ങൾക്കും ഔഷധങ്ങൾക്കും മറ്റ് പരിമളദ്രവ്യങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. പൂജയ്ക്കും
പൂച്ചെണ്ട് നിർമ്മിക്കുന്നതിനും മുടിയിൽ തിരുകുവാനും പുഷ്പാലങ്കാരത്തിനും ഫ്ലവർ വേസുകൾ നിറയ്ക്കുവാനും പൂന്തോട്ടങ്ങളുടെ മോടി വർദ്ധിപ്പിക്കുവാനും പനിനീർ റോസകൾ ഉപയോഗിച്ചു വരുന്നു. ഭാര്യയും 2 മക്കളുമടങ്ങുന്ന സജിയുടെ കുടുംബം സന്തത സഹചാരികളായി നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളിൽ സജീവ പങ്കുവഹിക്കുന്നു. പൂക്കൃഷിപ്പണികൾ ലിജിയുടെ മേൽനോട്ടത്തിൽ തകൃതിയായി നടക്കുമ്പോഴും പൂമ്പാറ്റകളെപ്പോലെ പോളി ഹൗസിനുള്ളിൽ പറന്നു നടക്കുന്ന ടോണിയും ഡോണയും കൂട്ടുകാരും നിഷ്കളങ്കരായ പനിനീർ റോസകളുടെ ചങ്ങാതിമാരാകുന്നു. പൂക്കൃഷിയുടെ പരിപാലനം പഠിക്കുന്നതിനും ഉദ്യാന പുഷ്പങ്ങളെ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിനും വിദ്യാർത്ഥികളും അധ്യാപകരും നിരന്തരം ഇവിടെ എത്തുന്നു. നിത്യജീവിതത്തിന്റെ മുൾവഴികളിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുമ്പോഴെല്ലാം അനുപമ സൗന്ദര്യം നിറച്ച അഴകിന്റെ നിറകുടങ്ങളായ പനിനീർ റോസകളുമായുള്ള സമ്പർക്കം സജിയുടെ മനോജ്ഞ സങ്കല്പങ്ങൾക്ക് സംതൃപ്തിയും സ്നേഹരാജിയും സമ്മാനിക്കുന്നു.